കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വലിയൊരു താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുത്തത്. പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്നാണ് കരസേനാ മേധാവി പറഞ്ഞത്. ഇന്നിപ്പോൾ ഇതാ രാജ്യത്ത് വമ്പൻ റെയ്ഡ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സോപ്പോറിൽ വൻ ഭീകരവിരുദ്ധ നടപടിയാണ് അവിടെ നമ്മുടെ സൈന്യം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 15-ലധികം സ്ഥലങ്ങളിൽ വലിയ റെയ്ഡുകൾ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജമ്മു കശ്മീരിലെ സോപ്പോറിലുടനീളം ബൊമായ്, വാർപോറ, ടാർസു എന്നിവയുൾപ്പെടെ 15-ലധികം സ്ഥലങ്ങളിൽ സുരക്ഷാ സേന ഇന്റലിജൻസ് നേതൃത്വത്തിൽ 1-ലധികം റെയ്ഡുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള ശൃംഖലകൾ തകർക്കുക, തെളിവുകൾ വീണ്ടെടുക്കുക, കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുക എന്നിവയാണ് ഏകോപിത നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അന്വേഷണം സജീവമായി തുടരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാനും ശാന്തത പാലിക്കാനും അവിടെയുള്ള താമസക്കാരോട് ഇപ്പോൾ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UAPA അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി നെറ്റ്വർക്കുമായി ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന തീവ്രവാദികൾ കണ്ടെത്താനാണ് ഈ പ്രവർത്തനം എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ പ്രവർത്തനം സീറോ ടോളറൻസിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ രാജ്യം ഇനി തീവ്രവാദികളോട് യാതൊരുവിധ സഹിഷ്ണുതയും കാണിക്കില്ല എന്നുള്ളതിന്റെ ഭാഗമാണ് എന്നും നമുക്കറിയാൻ സാധിക്കുന്നു. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു മാസീവ് റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ ഇപ്പോൾ പൂഞ്ചിൽ നടക്കുകയാണ്. ജമ്മു കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നടക്കുകയാണ്. അവിടെ ബാസി എന്ന ഒരു കോഡ് നെയിമുള്ള ഒരു സൗത്ത് ലബനൻ ഭീകരവാദി നുഴഞ്ഞു കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജമ്മു കശ്മീരിലേക്ക് പാകിസ്ഥാൻ ഭാഗത്തു നിന്നാണ് ഇയാൾ നുഴഞ്ഞു കയറിയതെന്നും അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയൊരു വിഭാഗം ഭീകരവാദികളെ തൂക്കാനുള്ള നീക്കം ഇപ്പോൾ തന്നെ നമ്മുടെ കരസേന തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.